കഴിഞ്ഞ ദിവസം 32 പല്ലുകളുമായി ഒരു പെൺകുഞ്ഞ് പിറക്കുകയും അത് സംബന്ധമായ വീഡിയോ കുഞ്ഞിന്റെ അമ്മ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് കാണുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇത്തരമൊരു സംഭവം അസാധാരണമല്ലെങ്കിലും അത് തീർച്ചയായും അപൂർവമാണ്. ഇത്തരത്തിലുള്ള പല്ലുകളുടെ പ്രത്യേകതകളും ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങളും ഈ പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചികിത്സകളുമെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ദന്തരോഗങ്ങളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കുന്നത് സംബന്ധിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പല്ലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ചിലയിടത്ത് ദുശകുനമായും അപൂർവമായി ചില കുഞ്ഞുങ്ങളിൽ ജനിക്കുമ്പോഴേ പല്ല് മുളച്ച് കാണാറുണ്ട്. നെയ്റ്റൽ പല്ലുകൾ, നിയോനേറ്റൽ പല്ലുകൾ എന്നിങ്ങനെ 2 രീതിയിൽ പല്ലുകൾ ഉണ്ടാകാം. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ വായിൽ പല്ല് കാണും. ഇവ നെയ്റ്റൽ പല്ലുകളും. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യ മാസത്തിൽ തന്നെ പല്ല് വരും. അവയെയാണ് നിയോനേറ്റൽ പല്ലുകൾ എന്ന് വിളിക്കുന്നത്. മേൽപ്പറഞ്ഞ 2 തരം പല്ലുകളും മിക്കവാറും 1-2 എണ്ണമാണ് ഉണ്ടാകുക. മുന്നിൽ താഴത്തെ നിരയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. എന്നാൽ വളരെ റെയറായി ചില കുഞ്ഞുങ്ങൾക്ക് 32 ഫുൾ സെറ്റ് പല്ലുകൾ മുളച്ചതായി കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. ഇവ മൊത്തം 20 എണ്ണമുണ്ട്. താഴത്തെ നിരയിലെ 10ഉം മുകളിലത്തെ നിരയിലെ 10ഉം ചേർന്നതാണിത്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം പ്രായമാകുമ്പോൾ മുതൽ ഇവ വന്നു തുടങ്ങും. താഴത്തെ നിരയിലെ മുൻനിര പല്ലുകളാണ് മിക്കപ്പോഴും ആദ്യം വരുന്നത്. തുടർന്ന് മുകളിലെ നിരയിലെ മുൻപല്ലുകളും അതിന് പിന്നിലുള്ളവയും വന്നു തുടങ്ങും. അവസാനമായി മുകളിലെയും താഴത്തെയും അണപ്പല്ലുകളും വരും. കുഞ്ഞിന് 2.5 വയസ്സ് ആകുമ്പോഴേക്കും 20 പാൽപ്പല്ലുകളും വന്നു കഴിയും. ചില കുട്ടികളിൽ പല്ലുകൾ വരുന്നത് 3-4 മാസങ്ങൾ വരെ വൈകിയേക്കാം. ഇതിൽ അപാകതയൊന്നുമില്ല. എന്നാൽ കൂടുതൽ വൈകിയാൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തണം. ഇനി നെയ്റ്റൽ പല്ലുകളിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവ അപൂർവമായി സംഭവിക്കുന്നതാണ്. അതായത് 2000 ജനനങ്ങളിൽ 1 മാത്രം. എന്നാൽ 32 പല്ലുകളോടെ ജനിക്കുന്നത് അത്യപൂർവമായാണ് സംഭവിക്കുന്നത്. ഇനി ഇത്തരത്തിൽ നെയ്റ്റൽ പല്ലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നറിയണ്ടേ? കൃത്യമായ കാരണം ഇതുവരെ അറിവായിട്ടില്ലെങ്കിലും ശിശുക്കളിലെ നെയ്റ്റൽ പല്ലുകളുടെ പ്രകടനത്തിന് സാധാരണയായി ഒരു മെഡിക്കൽ ഡിസോർഡറുമായി ബന്ധമില്ല. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള സിൻഡ്രോമുകൾ പോലെയുള്ള ചില മെഡിക്കൽ അവസ്ഥകളാൽ ശിശുക്കൾക്ക് ജന്മനാ പല്ലുകൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. ചില സമയങ്ങളിൽ ഇനാമലിന് താഴെ സ്ഥിതി ചെയ്യപ്പെടുന്ന പല്ലിൻ്റെ ഒരു ഭാഗമായ ഡെന്റിനിലുണ്ടാകുന്ന ജനന ക്രമക്കേടുകളുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മനാലുള്ള പല്ലുകളോടെ ജനിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഗർഭാവസ്ഥയിലെ പോഷകാഹാരക്കുറവ്, ആഘാതം, ഗർഭാവസ്ഥയിൽ അമ്മ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത്, അണുബാധ, ചില ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ എന്നിവയും കാരണമായേക്കാം. കൂടാതെ പാരമ്പര്യമായി, അതായത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇത്തരത്തിൽ പല്ലുകൾ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നെയ്റ്റൽ പല്ലുകളെല്ലാം ഒരേ രീതിയിലുള്ളവയല്ല. പല തരത്തിലാണ് പല കുഞ്ഞുങ്ങളിലും കാണപ്പെടാറുള്ളത്. ഒന്ന്, മോണയിൽ നിന്ന് വികസിക്കാൻ തുടങ്ങുന്ന ചെറിയ വലുപ്പത്തിലുള്ള പല്ലുകൾ. മറ്റൊന്ന്, അയഞ്ഞ പല്ലുകൾ നന്നായി രൂപപ്പെടാത്തതും വേരിൻ്റെ ഘടനയില്ലാത്തതുമാണ്. ചിലത് പൂർണ്ണമായി വികസിപ്പിച്ച പല്ലുകൾ. മറ്റു ചിലത് മോണയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന പല്ലിൻ്റെ സൂചന മാത്രവുമായിരിക്കും. ഇനി അറിയേണ്ടത്, ഇത്തരത്തിൽ കുഞ്ഞുങ്ങളിൽ പല്ല് കാട്ടിയുള്ള ചിരി കൗതുകമുണർത്തുന്നതാണ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ അറിയാതെ പോകരുത്. സാധാരണഗതിയിൽ ഈ പല്ലുകൾ പ്രശ്നക്കാരല്ല. എന്നാൽ മിക്ക ഡോക്ടർമാരും ഈ ജനന പല്ലുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചേക്കാം. നെയ്റ്റൽ പല്ലുകളുള്ള കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞ് കടിക്കാൻ എപ്പോഴും സാധ്യതയുള്ളതിനാൽ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത് അമ്മയ്ക്ക് വേദനാജനകവും അൾസറുകളും ഉണ്ടാകാനിടയുണ്ട്. ജന്മനാ പല്ലുകളുള്ള ഒരു കുഞ്ഞിനെ കടിക്കാതിരിക്കാൻ പരിശീലിപ്പിക്കാമെങ്കിലും അതിന് സമയമെടുത്തേക്കാം. മറ്റൊന്ന്, ജനിച്ച പല്ലുകൾ മൂർച്ചയുള്ളതും മൃദുവായ കോശങ്ങളിൽ തുടർച്ചയായി റബ്ബ് ചെയ്യുന്നതുമായ സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ നാവിനടിയിലോ കുഞ്ഞിൻ്റെ താഴത്തെ ചുണ്ടിൻ്റെ ഏറ്റവും ഉള്ളിലോ അൾസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ജന്മനാ ഉണ്ടായിട്ടുള്ള പല്ലുകളിൽ പലതിനും വേരിൻ്റെ ഘടനയില്ലാതെ അയഞ്ഞതായതിനാൽ ഈ പല്ലുകൾ കൊഴിഞ്ഞു പോയാൽ കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ടായി അപകടകരമായി മാറിയേക്കാം.
ഇനി അറിയേണ്ടത് ഈ നീറ്റൽ പല്ലുകൾക്കായുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് എന്നതാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ തടസ്സമുണ്ടാകുന്ന പല്ലുകളുടെ ഉപരിതലം മിനുസപ്പെടുത്തി റബ്ബിംഗ് ഉണ്ടാകുന്നത് ഒഴിവാക്കി കുഞ്ഞിന്റെ നാവിന്റെ അടിഭാഗത്ത് പുണ്ണുകൾ ഉണ്ടാകുന്നത് തടയാം. ഇതുകൊണ്ടും സ്ഥിതി മെച്ചപ്പെടുന്നില്ല എങ്കിൽ പല്ല് പറിച്ചു കളയുകയാണ് ഉത്തമം. കൂടാതെ ബലം കുറഞ്ഞ ആടുന്ന പല്ലുകളാണെങ്കിലും പറിച്ചു കളയണം. ഇതുവഴി പല്ല് തനിയെ പറഞ്ഞ് കുഞ്ഞ് അത് വിഴുങ്ങുന്നത് ഒഴിവാക്കാം. ഇങ്ങനെ പറിച്ചു കളഞ്ഞ പല്ല് പാൽപ്പല്ലാണോ അതോ എക്സ്ട്രാ ഉണ്ടായ പല്ലാണോ എന്ന് ഡെന്റൽ എക്സ്റേ പരിശോധന വഴി മനസ്സിലാക്കുകയാണ് അടുത്ത പടി. ഇവ പാൽപ്പല്ലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഭാവിയിൽ വരുന്ന പെർമനന്റ് പല്ലുകൾ നിരതെറ്റി വരാനുള്ള സാധ്യത കണക്കാക്കി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. എന്നാൽ എക്സ്ട്രാ പല്ലാണെങ്കിൽ വേറെ ചികിത്സയൊന്നും ആവശ്യമില്ലാതെ പാൽപ്പല്ലുകൾ കറക്റ്റ് സമയത്ത് മുള പൊട്ടി സാധാരണ പോലെ വന്നുകൊള്ളും. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ പല്ല് കാണുന്നത് ദുശകുനമായി കാണാതെ ആവശ്യമായ വിദഗ്ധ ഉപദേശം തേടുകയും കൃത്യസമയത്ത് ചികിത്സിക്കുകയുമാണ് ചെയ്യേണ്ടത്.